പക്ഷേ നമസ്കാരം. വലിയൊരു വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. നമ്മുടെ ഡോക്ടർമാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നത്. എന്ത് വിശ്വസിച്ചിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകും? അസാധാരണ രൂപത്തിൽ കുഞ്ഞ് ജനിച്ച സംഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഇത്രയും ആ പരിശോധിച്ച ഡോക്ടർമാർക്ക് ആ ഒരു രീതിയിലുള്ളൊരു കുഞ്ഞാണ് വരുന്നത് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ലേ? സത്യമാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ ആലപ്പുഴ സംഭവം. സത്യത്തിൽ നമ്മുടെ മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയിൽ ഗർഭസ്ഥ ശിശുവിനെ പരിശോധിക്കുന്നത് തന്നെ ഭൂമിയിലേക്ക് പിറന്നു വീണാൽ ഒരു കുഞ്ഞിന് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ആ കുഞ്ഞിനെ അവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കുന്നത് പോലും കുറ്റകരമല്ല. അതെന്തിനാണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് തന്നെയും ജീവിതത്തിൽ മഹാദുരിതത്തിൻ്റെ ജന്മമായിരിക്കും ഒന്ന്. മാത്രമല്ല ആ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർക്ക് ജീവിതകാലം മുഴുവൻ ഒരിക്കലും തീരാത്ത കഷ്ടപ്പാടായിരിക്കും അത്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് സ്കാനിങ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ. അതാണ് വിദഗ്ധന്മാരായ ഡോക്ടർമാർ. ഇപ്പോൾ ഓർമ്മയില്ല എനിക്ക്, 1ാമത്തെ മാസം പ്രഗ്നൻ്റ് ആയാൽ അപ്പോൾ തുടങ്ങുമല്ലോ നമ്മുടെ മക്കൾ, നമ്മുടെ ആയാലും നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ കൊണ്ട് കൃത്യമായി റെഗുലറായ പരിശോധനയ്ക്ക് വിധേയമാക്കും. എപ്പോഴെങ്കിലും ദൈവമേ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരരുതേ എന്ന് സൂക്ഷ്മമായി ഓരോ മാസവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി സ്കാനിങ് ചെയ്യും. വലിയ പൈസ ചിലവാക്കാൻ തയ്യാറാണ്. ആവശ്യമായ പ്രതിവിധികളും മരുന്നും ഭക്ഷണത്തിലും ഒക്കെ ക്രമീകരിക്കാനും മാറ്റം വരുത്താനും ഒക്കെ നമ്മൾ തയ്യാറാണ്. അത്ര സൂക്ഷ്മതയോടെയാണ് ഈ കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഈ ഗർഭസ്ഥ ശിശുക്കളെ പരിചരിക്കുന്നത്. അങ്ങനെ പരിചരിച്ച ഒരു കുടുംബത്തിന് കിട്ടിയതാണ്. ആ കുടുംബത്തിന് ഒരമ്മ ആലോചിച്ച് നോക്കൂ, ഒരു അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞ് സ്വപ്നത്തോടു കൂടിയിട്ടായിരിക്കും, വലിയ സ്വപ്നത്തോടെയാണ്. പോട്ടെ, ഇനിയിപ്പോൾ നിർഭാഗ്യങ്ങൾ വരാം, സങ്കടം വരാം. 1ാമത്തെ മാസം, 2ാമത്തെ മാസം, 3ാം മാസം എല്ലാ മാസവും കൃത്യമായിട്ട് പരിശോധിക്കുമല്ലോ. 4 മാസം കഴിഞ്ഞാലേ കുഞ്ഞിന് ഇപ്പോൾ ജീവൻ്റെ അടയാളങ്ങൾ വന്നു തുടങ്ങുള്ളൂ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് 6 മാസം വരെ പോലും കുഞ്ഞിൻ്റെ അപകടം പിടിച്ചൊരു ജന്മമാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിനൊന്നും യാതൊരു നിയമതടസ്സവും ഇല്ല. അത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ കുഞ്ഞ് പ്രസവിച്ച് വീഴുന്നത് വരെ കൃത്യമായി എല്ലാ മാസവും പരിശോധന നടത്തിക്കൊണ്ടേയിരുന്നു ഈ കുടുംബം. എത്രയോ ഡോക്ടർമാർ പരിശോധിച്ചിരിക്കുന്നു. എത്രയോ ലാബുകളിൽ, അപ്പോൾ സ്വകാര്യ ലാബുകളിൽ തന്നെ വളരെ പ്രസിദ്ധമായ ആലപ്പുഴയിലെ പ്രസിദ്ധമായ 2 ലാബുകളിൽ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. ഒരു ലാബ് റിപ്പോർട്ടിൽ അറിയാലോ, സ്കാനിങ് നടത്തുന്നത് സാധാരണ ടെക്നീഷ്യന്മാരല്ല, ഡോക്ടേഴ്സാണ്. ഡോക്ടർ അല്ലാത്ത ഒരാളെ സ്കാൻ ചെയ്യാൻ പാടില്ല. ആ ഡോക്ടർമാരുടെ ഒരൊറ്റ സ്കാനിങ് റിപ്പോർട്ടിലും ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യം ഉള്ളതായിട്ട് കണ്ടിരുന്നേയില്ല. അങ്ങനെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ആ അമ്മ പ്രസവിക്കുന്നത്. ഇവിടെ പ്രധാന പ്രതികളെന്ന് പറയുന്നത് ഈ ലാബുകാരാണ്, മറ്റൊന്ന് ഡോക്ടേഴ്സുമാണ്. ഈ 2 കൂട്ടരുമാണ്. മെഡിക്കൽ സയൻസിൽ ആരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നത്? നമ്മുടെ ജീവൻ രക്ഷിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരുടെ അടുത്താണ്? ഒന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്നാണ്. ആ ഡോക്ടേഴ്സ് എത്ര അലസമായിട്ടായിരിക്കും പരിശോധന നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ വിദഗ്ധരാണോ? ഒരു കുഞ്ഞിൻ്റെ സാധാരണ ഇതിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സ് വയറുമേലൊന്ന് കൈവച്ചാൽ പറയും ജനിതക വൈകല്യമുള്ള ഒരു കുഞ്ഞാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ മെഡിക്കൽ സയൻസിന് എന്തല്ല. അതിനല്ലേ ഇപ്പോൾ ഈ സ്കാനിങ് ഉൾപ്പെടെയുള്ള സംവിധാനം അതിനല്ലേ. സ്കാൻ ചെയ്ത 2 ലാബിൽ നിന്നും ഇതുവരെ ഈ പ്രസവിക്കുന്നത് വരെ ഒരു ഡോക്ടറും പറഞ്ഞില്ല, ഒരു ലാബ് റിസൾട്ടും പറഞ്ഞില്ല ഈ കുഞ്ഞിന് വൈകല്യം ഉണ്ട് എന്ന്. നോർമൽ എന്നാണ് അവർക്ക് കിട്ടിയ റിപ്പോർട്ട്. ഡോക്ടേഴ്സും കൃത്യമായി പരിശോധിച്ചു. എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് ഒരു അമ്മയുടെ ഗർഭിണിയുടെ വയറ് തൊട്ട് നോക്കിയാൽ അവർക്കറിയും കുഞ്ഞിന് വൈകല്യം ഉണ്ടോ. പണ്ടൊക്കെ അത്ര വൈദഗ്ധ്യം വേണ്ടാന്ന് വെച്ചോളൂ. അതിനല്ലേ സ്കാനിങ് റിപ്പോർട്ട്, അതിനല്ലേ ഇവർക്ക് പലതരത്തിലുള്ള പരിശോധനയിലെ വൈദഗ്ധ്യം, ഇതിനല്ലേ ഇവർക്ക് MBBS-ഉം വേറൊരു ഗൈനക്കോളജിക്കൽ DG ഉൾപ്പെടെയുള്ള ഗൈനക്കോളജിക്കൽ ബിരുദം കൂടി കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവരാണല്ലോ ഈ പരിശോധിക്കുക. അങ്ങനെയുള്ളവർക്കാണല്ലോ മെഡിക്കൽ കോളേജിലും നമ്മുടെ ആശുപത്രികളിലും ജോലി കൊടുക്കുന്നത്. അവരിന്ന് എന്തൊരു സങ്കടമെന്ന് ആലോചിച്ച് നോക്കൂ. ആ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെ പ്രസവിച്ച് വീഴുമ്പോൾ അതിൻ്റെ വൈകല്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. അത്ര പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഇവരുടെ ആ കുഞ്ഞിൻ്റെ മുഴുവൻ ശരീരവും ഒരു മനുഷ്യൻ്റേതല്ല, മനുഷ്യൻ്റേതിന് വ്യത്യസ്തമാണ്. ജനനേന്ദ്രിയം തൊട്ട് എല്ലായിടത്തും വൈകല്യങ്ങളാണ് വ്യാപകമായിട്ട്. ഗുരുതരമായ വൈകല്യങ്ങളുള്ള ഒരു കുഞ്ഞാണ് പ്രസവിച്ച് വീണത്. ജീവനുണ്ട് താനും. ആ കുഞ്ഞിനെ എന്ത് ചെയ്യണം അവർ? ഒന്നാലോചിച്ചു നോക്കുക. ആരാണ് അതിന് ഉത്തരവാദി? അങ്ങനെ ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത, കൊടുക്കാതിരിക്കാനുള്ള ബാധ്യത യഥാർത്ഥത്തിൽ ആർക്കായിരുന്നു? 10 മാസമാണ് ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ജീവിക്കുന്നത്. ഈ മാസങ്ങളിൽ ഒന്നിലും എവിടെയും ഈ കാര്യം കണ്ടെത്താൻ ഒരു ലാഞ്ചന പോലും ആ അമ്മയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യം ഉള്ളതായിട്ടുള്ള ഒരു ലാഞ്ചന പോലും ഒരു ഡോക്ടർക്കും തോന്നിയില്ലെന്നേ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയ ഡോക്ടർമാർ പരിശോധിച്ചിട്ടുണ്ട്. ഒരു ലാബിലും ഒന്നും കണ്ടെത്തിയില്ല. എന്ത് ലാബാണാവോ ഇത്? സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബൾജിങ് ഉണ്ടെങ്കിൽ, ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന സാധനം. അത്ര സൂക്ഷ്മമായ പരിശോധനയ്ക്കല്ലേ സ്കാനിങ് എന്ന് പറയുക.
അല്ലെങ്കിൽ ഇവരുടെ സ്കാനിങ് യന്ത്രത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അത് ഇനി അതല്ല ഇത് ജനിതക വൈകല്യമുള്ള ഒരു കുഞ്ഞാണ് വരുന്നത് എന്ന് പറയാൻ ഈ ഡോക്ടർമാരൊക്കെ നിർബന്ധപൂർവ്വം ചെയ്യണോ? ആണെന്നേ. സത്യം പറഞ്ഞാൽ ജനിതക വൈകല്യമാണോ, വൈകല്യം ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. ജനിതക വൈകല്യമാണോ അല്ലേ എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ വരുന്നു. അത് അന്വേഷണത്തിലും ഉണ്ട് കേട്ടോ തട്ടിപ്പ്. അത് കണ്ടില്ലേ? ഇത് അന്വേഷിക്കാൻ ആദ്യം ആലപ്പുഴയിൽ വലിയ ഒച്ചപ്പാടും സമരവും പ്രക്ഷോഭവും ഒക്കെ വന്നപ്പോൾ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസറും ആലപ്പുഴ ജില്ലാ കളക്ടറും ഒക്കെ കൂടി ഒരു ജില്ലാ സമിതി ഉണ്ടാക്കി. എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനെയും ഒക്കെ ചേർത്തിട്ട്, ആരോഗ്യ പ്രവർത്തകരെയൊക്കെ ചേർത്ത് ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതി അന്വേഷണം തുടങ്ങി. ആ സമിതി ഗുരുതരമായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കണ്ടെത്തലുകൾ, അലംഭാവം, അശ്രദ്ധ ആണ് പ്രഥമ ദൃഷ്ട്യാ ചൂണ്ടിക്കാണിച്ചത് എന്ന് പത്രവാർത്തകളുണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ മീതെ ഒരു കമ്മീഷൻ, ഇപ്പോൾ ഡോക്ടർ മീനാക്ഷി എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ ആരോഗ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലും സംശയാസ്പദമാണ്. ആലപ്പുഴ ജില്ലാതലത്തിൽ ഒരു വിദഗ്ധ സമിതി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണം പാതി വഴിയിൽ എത്തി നിൽക്കെ അതിൻ്റെ റിപ്പോർട്ട് സ്വീകരിച്ചൂടെ? എന്നാൽ റിപ്പോർട്ട് സ്വീകരിച്ചിട്ട് പോരെങ്കിലും അന്വേഷണ കമ്മീഷനെ വെച്ചാൽ പോരെ. എന്താ ചെയ്തതെന്നറിയോ? അവരുടെ പ്രവർത്തനം മരവിപ്പിച്ചു, ഡിസോൾവ് ചെയ്തു. ആ അന്വേഷണ കമ്മിറ്റി ഇനി വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരാളെ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പിലെ എന്താണ് ജോയിന്റ് കമ്മീഷണർ ആരാണ് അവര്? ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ പി മീനാക്ഷി. അന്വേഷണത്തിന് ഏകാംഗ കമ്മീഷൻ ചുമതലപ്പെടുത്തി. എന്തിനാണ് അങ്ങനെ അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്? സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനാണോ? അതല്ല ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത്ര നല്ലതാവില്ല എന്ന് മുൻകൂട്ടി നമ്മുടെ ആരോഗ്യവകുപ്പ് കണ്ടോ? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ തന്നെ ഒരു അന്വേഷണം ആരംഭിച്ച സ്ഥിതിക്ക് അത് പൂർത്തിയാക്കി ആ അന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ട് പോരെ. പിന്നെ വല്ലതും സംശയം ഉന്നയിക്കുകയാണെങ്കിൽ ആ കുടുംബം അപ്പോഴും പരാതിപ്പെടും. കുടുംബമോ ഉത്തരവാദപ്പെട്ടവരോ ആരെങ്കിലും പരാതിപ്പെടുകയാണെങ്കിൽ ഈ അന്വേഷണം തൃപ്തികരമല്ല, യഥാർത്ഥ ഉത്തരവാദികളെ കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴല്ലേ അതിൻ്റെ മേലെ ഒരു അന്വേഷണം ആവശ്യമുള്ളൂ സംസ്ഥാന തലത്തിൽ. അതല്ല ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ജില്ലാതല അന്വേഷണ സമിതിയെ പിരിച്ചുവിട്ടിട്ട് സംസ്ഥാന തലത്തിൽ ജോയിന്റ് കമ്മീഷനെ നിയമിച്ചിരിക്കുക. ഈ ഡോക്ടർ മീനാക്ഷി ഒരുപാട് നിഷ്ക്രിയത്വമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഡോക്ടർമാരുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്നത്. കാരണം ഞാൻ തന്നെ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഒടുവിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് അമ്മ പ്രസവിച്ച് കഴിഞ്ഞു, തിരിച്ച് ഈ വയറ്റിലേക്ക് ഈ മെഡിക്കൽ വേസ്റ്റ് ഉള്ളിൽ മറന്നു വെച്ചു, ഈ പഞ്ഞി പോലുള്ള കുറച്ച് വസ്തുക്കൾ. അവസാനം ഇതൊക്കെ തുന്നിക്കെട്ടി കഴിഞ്ഞപ്പോൾ ഇവരുടെ ദേഹം വല്ലാതെ വീർക്കുന്നു, സാധാരണയിലെക്കാട്ടിയും കൂടുതൽ വീർപ്പ് ദേഹത്തിന്. അപ്പോൾ അവസാനം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഏത് ഹോസ്പിറ്റലാണോ ചികിത്സിച്ചത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ ഇവർ റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ നിന്നാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. വീണ്ടും ഓപ്പറേറ്റ് ചെയ്ത് അതെടുത്ത് കളഞ്ഞപ്പോൾ. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രമാദമായൊരു സംഭവം മറന്നു വെച്ച കത്രിക, ഈ ഓപ്പറേഷൻ്റെ കത്തിയോ അകത്തേ ഇവർ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അലസമായി. ഇവരൊക്കെ ബോധത്തോടു കൂടിയാണ് സർജറി നടത്തുന്നതാവോ? ഈ കുട്ടിയെ സർജറി നടത്തി കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ്റെ കത്തിയും കത്രികയൊക്കെ അതിനകത്തിട്ട് തുന്നിയുന്നത് എത്രയോ വർഷങ്ങൾ അവർ കൊണ്ടു നടന്നു. അവസാനം മാറാരോഗിയായി മാറിയിട്ട് വലിയ ചെലവിൽ അവർക്ക് ചികിത്സിക്കേണ്ടി വന്നു. പിന്നെയാണ് എടുത്തു മാറ്റിയത്. എന്നിട്ട് അവർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തപ്പോഴാണ് കേസും സമരങ്ങളും ഒക്കെ ആയതാണ് നമ്മൾ അറിഞ്ഞത്. ഇതാണ് ആരോഗ്യരംഗത്ത് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നിരിക്കുന്നത്. അതാകട്ടെ ഇതിനേക്കാളും ഗുരുതരമാണ്. അതെന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുകയെങ്കിലും ചെയ്തു. ആരുടെ കൃത്യവിലോപമാണെന്ന് കണ്ടെത്താൻ പറ്റി. ആ ഡോക്ടറെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ഡോക്ടറാണ് കുറ്റവാളി നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിൽ ആരാണ് കുറ്റവാളി എന്ന് പോലും ഇപ്പോഴും നിർണ്ണയിക്കാനാവാത്ത വിധത്തിലുള്ള അനാസ്ഥയാണ് ഒരു ജീവനോട്. പിറക്കാൻ പാടില്ലാത്തൊരു ജീവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ജന്മത്തിനും ഗുണമില്ല, കുടുംബത്തിനും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല. അങ്ങനെ ഒരു ജന്മം തടയേണ്ടത് പോലും നമ്മുടെ ഒരു ആധുനിക യുഗത്തിലെ മനുഷ്യൻ്റെയും കുഞ്ഞിന് വേണ്ടിയാണ്, ആ ജന്മത്തിന് വേണ്ടിയാണ്. ആ ജന്മം തടയേണ്ടിയിരുന്നത് നമ്മുടെ മെഡിക്കൽ സയൻസാണ്. അവർ ഗുരുതരമായ കൃത്യവിലോപമാണ് കാണിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ മീനാക്ഷി കമ്മിറ്റി എന്ത് കണ്ടെത്തും നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്തായാലും കർശനമായ നടപടി വമ്പന്മാരാണ് ഇവര് സമൂഹത്തിൽ. ഇവിടെയൊക്കെ ഇവർ പരിശോധന പോയിട്ടുണ്ട്. ആരൊക്കെ ഇതിന് ഉത്തരവാദികളാണ് അവർക്കെതിരെ കർശനമായ നടപടി വേണം. ചില്ലറക്കാരല്ല, വലിയ പ്രിവിലേജ് ഉള്ളവരാണ്, ഡോക്ടർമാരാണ്, ആശുപത്രികളാണ്, മെഡിക്കൽ ലാബുകളാണ്. മനുഷ്യൻ്റെ ജീവൻ വെച്ച് എല്ലാ ദിവസവും കച്ചവടം ചെയ്യുന്നവരാണ്. ആ കച്ചവടം ഏറ്റവും ചുരുങ്ങിയത് മാന്യമായ ഡോക്ടർ ആതുര സേവനം എന്ന് പറയുന്നത് ഒരു വെറും എന്താ പറയാ ജോലി മാത്രമായിട്ട് വ്യാപാരമാണ് പലരും കാണുന്നുണ്ട്. ഇതിന് പലരും ഉന്നയിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പലപ്പോഴും പൈസ കൊടുത്തിട്ടാണ്
ഡൊണേഷൻ കൊടുത്തിട്ടാണ് പല സ്ഥാപനങ്ങളിലും പോയിട്ട് ഇത് പഠിച്ചു വരുന്നത്. MBBS മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പൊ ആ ക്വാളിറ്റി നശിക്കുന്നു, ഡോക്ടർമാരുടെ ക്വാളിറ്റി ഇല്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അവർ കാശ് വാങ്ങിക്കൊള്ളട്ടെ, കാശില്ലാതെ എത്തിക്സ് ഒന്നും അതിനപ്പുറമുള്ള ചാരിറ്റി ഒന്നും അവരൊന്നും പ്രതീക്ഷിക്കേണ്ട. മിനിമം എത്തിക്സ് ഉണ്ടല്ലോ, പ്രൊഫഷണൽ എത്തിക്സ്, അതെങ്കിലും ഉണ്ടാവണം. ഇല്ലാത്ത കാലത്ത് നമ്മുടെ ഡോക്ടർമാർക്ക് നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ, പണ്ട് ഡോക്ടർമാരെ ജനകീയ വിചാരണ ചെയ്തിരുന്നൊരു കാലമുണ്ട് കേരളത്തിൽ. അങ്ങനെ ഒരു കാലം തിരിച്ചു വരാതിരിക്കുന്നത് അവർക്കും നല്ലതാണ്. വെറുതെ ആവില്ല പല ആശുപത്രികളിലും പലപ്പോഴും ഈ നിലവിട്ട ആളുകൾ പോയി പെരുമാറുന്നതും ഡോക്ടർമാർക്ക് തല്ലുകൊള്ളേണ്ടി വരുന്നതൊക്കെ. നമ്മുടെ ഗണേഷ് കുമാർ മിനിസ്റ്റർ ഒരിക്കൽ പറഞ്ഞതുപോലെ ചില ഡോക്ടർമാരെങ്കിലും തല്ലുകൊള്ളേണ്ടവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ആലപ്പുഴ സംഭവം കൂടി തെളിയിക്കുന്നത്.